ദേവമംഗള ആസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ദേവമംഗള ആസ്ട്രോമീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി. മൂലനക്ഷത്രക്കാർ ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും ജനിച്ചാലുള്ള പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. മൂലനാളുകാർ ഞായറാഴ്ചയാണ് ജനനമെങ്കിൽ കാര്യസാമർഥ്യമുള്ളവരും ഉത്സാഹശീലരും ധൈര്യമുള്ളവരും അഭിമാനികളും പ്രബുദ്ധമുള്ളവരും ദാനശീലരും പിത്തപ്രകൃതിയും കണ്ണുകൾക്ക് ചെറിയ ചുവപ്പ് നിറത്തോടുകൂടിയവരുമായിരിക്കും. തിങ്കളാഴ്ചയാണ് ജനനമെങ്കിൽ ശാന്തശീലരും ബുദ്ധിവൈഭവമുള്ളവരും ദേഹകാന്തിയുള്ളവരും ഐശ്വര്യപുഷ്ടിയുള്ളവരും സുഖദുഃഖങ്ങളിൽ സമബുദ്ധിയുള്ളവരും ദീനതയുള്ളവരുമായിരിക്കും. ചൊവ്വാഴ്ചയാണ് ജനനമെങ്കിൽ ദേഹശക്തിയുള്ളവരും നിത്യതാരുണ്യമുള്ളവരും വക്രബുദ്ധിയും കലഹപ്രിയരും ക്രൂരതയും സാഹസികതയുമുള്ളവരും സൈന്യം അർദ്ധസൈനികം എന്നിവയിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ളവരുമായിരിക്കും. ബുധനാഴ്ചയാണ് ജനനമെങ്കിൽ സൽബുദ്ധിയുള്ളവരും വിദ്യയും വിനയവുമുള്ളവരും സൗമ്യമായി സംസാരിക്കുന്നവരും മാതാപിതാക്കളോടും ഗുരുജനങ്ങളോടും കരുണയുള്ളവരും സാഹിത്യം അധ്യാപനം ഗണിതം എന്നീ മേഖലകളിൽ തൊഴിലിന് സാധ്യതയുള്ളവരായിരിക്കും. വ്യാഴാഴ്ചയാണ് ജനനമെങ്കിൽ വിവേകം വിദ്യ ബുദ്ധി പാണ്ഡിത്യം എന്നിവ ഉള്ളവരും ഉപദേശകരോ അധ്യാപകരോ ആയി ജോലി നേടാൻ സാധ്യതയുള്ളവരുമായിരിക്കും. വെള്ളിയാഴ്ചയാണ് ജനനമെങ്കിൽ കാമാതുരരും ചഞ്ചല മനസ്കരും ദേഹകാന്തിയുള്ളവരും സംഭാഷണ ചാതുര്യവും കൃഷിയിലും ബിസിനസ്സിലും താല്പര്യമുള്ളവരുമായിരിക്കും. ശനിയാഴ്ചയാണ് ജനനമെങ്കിൽ താഴേക്ക് നോക്കി സംസാരിക്കുന്ന ശീലവും കഠിന മനസ്സും സ്ഥിരബുദ്ധിയും പരാക്രമശീലവും അന്യരെ ആശ്രയിച്ച് ജീവിക്കുന്നവരും ബന്ധുക്കളുമായി കലഹിക്കുന്നവരും പ്രായക്കൂടുതലുള്ളവരുമായി സഹവസിക്കുന്നവരുമായിരിക്കും. ഇനി മൂലനക്ഷത്രക്കാർ ഓരോ മാസത്തിലും ജനിച്ചാലുള്ള പൊതുവായ ഫലത്തെക്കുറിച്ച് നോക്കാം. മൂലനക്ഷത്രക്കാർ മേടമാസത്തിലാണ് ജനനമെങ്കിൽ മനസ്സിന് കാഠിന്യമുള്ളവരും തൻ്റെടമുള്ളവരും പ്രയത്നശാലികളും അധികാരഭ്രമമുള്ളവരും വലിയ പദവികൾ ബാല്യത്തിൽ തന്നെ സ്വപ്നം കാണുന്നവരും വലിയ ശിവഭക്തരുമായിരിക്കും. ഇടവമാസത്തിലാണ് ജനനമെങ്കിൽ മനസ്സിൽ ഒന്ന് വെച്ചിട്ട് മറ്റൊന്ന് പറയുന്നവരും വിജയത്തിലെത്താൻ കഠിനാധ്വാനം വേണ്ടിവരുന്നവരും സഹോദരീ സഹോദരങ്ങളെ കൊണ്ട് ക്ലേശം അനുഭവിക്കുന്നവരുമായിരിക്കും. മിഥുനമാസത്തിലാണ് ജനനമെങ്കിൽ ഭാഗ്യശാലിയും ഭൗതിക സുഖങ്ങൾ അനുഭവിക്കുന്നവരും പങ്കുവച്ചവടത്തിൽ വിജയിക്കുന്നവരും യാത്രകളിൽ നിന്ന് നേട്ടം കൊയ്യുന്നവരും ജീവിത പങ്കാളി മുഖാന്തരം ധനവും ഐശ്വര്യവും കൈവരുന്നവരുമായിരിക്കും. കർക്കിടക മാസത്തിലാണ് ജനനമെങ്കിൽ വിദ്യാ അഭിവൃദ്ധിയും പുരോഗമന ചിന്താഗതിക്കാരും ഉയർന്ന കർമ്മശുദ്ധിയുള്ളവരും ശത്രുക്കളെ ജയിക്കുന്നവരും ക്രമാനുഗതമായ വളർച്ചയുണ്ടാവുന്നവരും ധർമ്മപക്ഷത്ത് എന്നു നിൽക്കുന്നവരുമായിരിക്കും. ചിങ്ങമാസത്തിലാണ് ജനനമെങ്കിൽ അപക്വമായ മനസ്സുള്ളവരും ചഞ്ചല ഹൃദയരും പ്രവർത്തനങ്ങളിൽ വിഷമിക്കുന്നവരും അധിക ചെലവ് ചെയ്യുന്നവരും എന്നാൽ ദേവീഭക്തരുമായിരിക്കും. കന്നിമാസത്തിലാണ് ജനനമെങ്കിൽ മാതൃകുടുംബം പ്രസിദ്ധി പെറ്റതും അമ്മ വഴി സ്വന്തം സ്വത്തും സമ്പാദ്യവും നേടുന്നവരും ദയവുള്ളവരും സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നവരും സർപ്പക്കാവും ദേവീക്ഷേത്രവും ഉടമസ്ഥതയിലുള്ളവരും ആയിരിക്കും. തുലാമാസത്തിലാണ് ജനനമെങ്കിൽ സാമ്പത്തികമുള്ളവരും വിദ്യാഗുണമുള്ളവരും പിതൃഭാഗ്യമുള്ളവരും സഹോദരന്മാർ കൂടുതലുള്ളവരും ഭീരുത്വമുള്ളവരുമായിരിക്കും. വൃശ്ചികമാസത്തിലാണ് ജനനമെങ്കിൽ ഭാഗ്യശാലികളും നന്നായി സംസാരിക്കുന്നവരും സൗഹൃദരും പൈതൃകമായ ധനവും നിക്ഷേപവുമുള്ളവരും ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുമായിരിക്കും. ധനുമാസത്തിലാണ് ജനനമെങ്കിൽ കറുത്തവാവിനോ അടുത്ത ദിവസങ്ങളിലോ ആയിരിക്കും ജനനം. മനോനില വളരെ പരിതാപകരമായിരിക്കും. ദുഷ്പ്രേരണകൾക്കും ദുർവാസനകൾക്കും എളുപ്പം വിധേയരാകുന്നവരുമായിരിക്കും. മകരമാസത്തിലാണ് ജനനമെങ്കിൽ ബാല്യകൗമാരങ്ങൾ ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും. ധനം ആവശ്യത്തിനു മാത്രമേ ഉണ്ടാവൂ. മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥകളുണ്ടാവും. കൂടെയുള്ളവർ ശത്രുക്കളായിരിക്കും. ലക്ഷ്യത്തിലെത്താൻ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. കുംഭമാസത്തിലാണ് ജനനമെങ്കിൽ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയും. രോഗങ്ങളെ അതിജീവിക്കും. ശത്രുക്കളെ പരാജയപ്പെടുത്താൻ കഴിയും. ഭൗതികമായ കാമനകൾ സാധിക്കും. മീനമാസത്തിലാണ് ജനനമെങ്കിൽ പരിശ്രമശാലികളും പരാജയബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവരും കൃഷിയിലും കച്ചവടം എന്നിവയിൽ നിന്നും ധനം സമ്പാദിക്കുന്നവരുമായിരിക്കും.
അതുപോലെ തന്നെ തീർത്ഥയാത്രകളിൽ താല്പര്യമുള്ളവരും പ്രവാസ ജീവിതം അനുഭവിക്കുന്നവരുമാകും. മൂലം നക്ഷത്രക്കാർ ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും ജനിച്ചാലുള്ള പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയിലെ ഗ്രഹങ്ങളുടെ ശുഭഭാവത്വമനുസരിച്ച് ഫലത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. എന്തെന്നാൽ ഓരോരുത്തരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതിയിൽ വ്യത്യസ്തമായിരിക്കുമല്ലോ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.